ഞാൻ വിളിച്ച് കേട്ടിട്ടില്ലേ? പാട്ട് കൊല്ലത്ത് വരച്ച് എടുത്തൊക്കെ വിളിക്കുന്നത് 4 പ്രാവശ്യം വിളിച്ചു. അപ്പൊ മാണിച്ച് എവിടെ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞെങ്കിൽ കുറെ ദിക്കിലേക്ക് പോയാ പോയിട്ട് ചിലപ്പോ അതിനെ കുറിച്ച് വരുമ്പോ പിന്നെ പറഞ്ഞ കാര്യം ആടത്ത് ബൈക്കകത്ത് വരുമ്പോ ആടത്ത് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വന്നു വരുമ്പോ ഇവിടെ മറ്റൊരു കരയിലൊരു അമ്പലമുണ്ട്, പാർപ്പള്ളി അമ്പലം. ആടെ പോയിട്ട് പള്ളിന്റെ ആടെ ബാക്കര ഒരു അമ്പലം കിട്ടി. എല്ലാത്തിനും വിളിച്ചു പ്രാർത്ഥിച്ചു എത്തുമ്പോ 3 വിളി കേട്ടിരിക്കാം. എന്നെ വിളിക്കുന്ന ബബ്ബർച്ചല്ലാണ്ട് വേറെ ബബ്ബർച്ചായക്ക് ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇന്ന് ഞാൻ വിളിച്ചത് നമ്മളെ പ്രാക്ടി ഓരോ ധർമ്മ ചെയ്യാൻ കാണണോ, ഒരു മഞ്ഞപ്പൊടി കൊടുക്കാൻ അറിഞ്ഞിട്ട് അല്ലേ? അത് തരാൻ പുള്ളിമാര് പറഞ്ഞു കൊടുത്ത പോലെ ഇന്ന് നമുക്ക് ചെയ്തിരി വന്നിനി അല്ലേ? മണിച്ച് അപ്പൊ ഇത് അപ്പന് അല്ല അതല്ല തരതിരിക്കല്ല എന്തായാലും. ഇപ്പൊ തരനിക്ക് ഇപ്പൊ നീ ബാങ്ക് കൊടുത്തോ, അടിച്ചോ? പറഞ്ഞ കാര്യം പണ്ടല്ല, ഇപ്പൊ ഓർമ്മണ്ടല്ല എനിക്കറിയില്ല. എന്നോട് പറയണോ എല്ലാവർക്കും അല്ലേ? ചടങ്ങ് കൊടുത്തല്ലേ ബാങ്ക് കൊടുക്കണോ അല്ലേ? നിസ്കരിക്കണോ അല്ലേ? അല്ലേ? എന്നെ കാണിച്ച് ഞങ്ങൾക്ക് തരാ. പിന്നെ നമ്മത്തെ ഒരു പണ്ടത്തെ ഒരു പാട്ടില്ലേ, ഞാൻ വിചാരിച്ചു ഇത് വരാതിരിക്കാന്ന് ഞാൻ വിചാരിച്ചു അല്ലേ? മണ്ണിലല്ല കളിക്കുമ്പോ അല്ലേ ഒരു പാട്ട് പാടേണ്ടിട്ട് ഇപ്പൊ എനിക്ക് വേണ്ടായി ഇനി എടുത്ത അല്ല എല്ലാരും നമ്മളെ കാണാൻ വേണ്ടി എല്ലാരും വന്നിട്ടുണ്ട് അല്ലേ? അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടണ്ടേ? ആയോ? അപ്പൊ നമ്മ അന്നൊരിക്ക രാവിലെ അപ്പം തിന്നുമ്പോ ഒരു പാട്ട് പാടില്ല. നീ രാവിലെ അപ്പം തിന്നുമ്പോ ഒരു പാട്ട് പാടില്ല അപ്പത്തിന്റെ ഓർമ്മണ്ടോ? അത് മറ്റേ ഇത് കണ്ടുപിടിക്കാൻ പോകുമ്പോ അതല്ല അപ്പത്തിന്റെ പാട്ടറില്ല എനിക്ക്. കൊടുത്താൽ